ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്താണെന്നല്ലേ? ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സംഭവം ഇന്ന് ആദ്യമായിട്ട് പുറം ലോകം അറിഞ്ഞു, ഇല്ലെങ്കിൽ അറിയിച്ചു, ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കിട്ടാനുള്ള ഷെയർ രാജീവ് ചന്ദ്രശേഖരൻ കൊടുക്കാത്തത് കൊണ്ട് അത് പുറത്തായി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം 2006 നടന്ന സംഭവം ഇന്ന് 2025 ഇത് പുറത്തു വരുന്നത്. എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 6 കോടി രൂപ മുടക്കി 250 ഏക്കർ സ്ഥലം പാട്ടത്തിന് വാങ്ങി സർക്കാരിനെ സ്വാധീനിച്ച് അത് ആ ഭൂമി വിറ്റ് കിട്ടിയ പണമാണ് 313 കോടി രൂപ. ഈ 313 6 കോടി രൂപ കുറച്ചു കഴിഞ്ഞാൽ 307 കോടി രൂപ ലാഭമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആരുണ്ടാക്കിയെന്നറിയാമോ? നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. ഇത്രയും വലിയൊരു കൊള്ള നടത്തിയ ആളിനെ എന്ത് പേരിട്ട് വിളിക്കണം? പേരും കള്ളനല്ല, കൊള്ളക്കാരനെന്ന് തന്നെ വിളിക്കണം. കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരും ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതണം. തലനാരി ഇഴയ്ക്കാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്. ഒരു അബദ്ധത്തിൽ ഇയാൾ ഇവിടെ MP ആയിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ ഈ കഥ പുറത്തു വരുമായിരുന്നോ? ഇനി ഇതുപോലെ എത്രയൊക്കെ സംഭവങ്ങൾ പുറത്തു വരാൻ കിടക്കണോ? എന്തായിരുന്നാലും കർണാടക സർക്കാരിന് എൻ്റെ വലിയൊരു കയ്യടി ഇപ്പോഴെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചല്ലോ.